വിക്രം വേദയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖായിരിക്കാന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. വേദയോട് വിക്രമിന് അടങ്ങാനാവാത്ത ദേഷ്യമായിരിക്കും. ജയിലിൽ പോകുന്ന സമയത്ത് വേദ ഗർഭിണിയായിരുന്നല്ലോ. കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നാണ് വിക്രം കരുതുന്നത്. എന്നാ അതേ കുഞ്ഞിനെ തന്നെയാണ് ഇപ്പോ സ്നേഹിക്കുന്നതെന്ന് വിക്രമിന് അറിയില്ലല്ലോ. കൂട്ടിലിട്ട് വളർത്തുന്ന പോലെയാണ് വേദ കുഞ്ഞിനെ വളർത്തുന്നത്. ആരോടുമായിട്ട് കൂടുതൽ സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും തന്നെ വേദ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് വിക്രമിനെ ആ കുഞ്ഞ് കാണുന്നത്. വിക്രമിനും ആ കുഞ്ഞിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുവാണ്. പതിയെ പതിയെ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ വിക്രം അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. വേദ കളക്ടർ ആയതുകൊണ്ട് തന്നെ മോളെ നോക്കാനൊന്നും സമയം കാണില്ല. നോക്കുന്നത് അനിയന്റെ വൈഫായിരിക്കും. സ്കൂളിലോട്ട് കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ അവര് തന്നെയാ മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വിക്രം കരുതുന്നതും അത് തന്നെയാണ് കുഞ്ഞിന്റെ അമ്മ എന്ന. അമ്മയും കുഞ്ഞിനെ നല്ല സപ്പോർട്ട് ചെയ്ത് വിക്രമിനെ കൊണ്ട് സംസാരിപ്പിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഈ മോളുടെ കൂടെ വരുന്നു. എങ്ങനെയെങ്കിലും കുഞ്ഞ് രണ്ടുപേരോട് സംസാരിക്കണം എന്നായിരിക്കും ആന്റിയുടെ ആഗ്രഹം. കൂട്ടിലിട്ട് അടച്ചു വളർത്തുന്ന പോലെ വളർത്തി ആരോടും സംസാരിക്കാതെ അവർക്കും വലിയ സങ്കടമായിരിക്കും. വിക്രം മോളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അത് ആത്മാർത്ഥമാണെന്ന് തോന്നുവാണ്. പിന്നെ പിന്നെ എല്ലാ ദിവസവും വിക്രമിനെ കാണുന്നു, ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. മോള് വിക്രമിനോട് പറയുന്നുണ്ട്, നമുക്കിന്നേ അമ്പലത്തിലോട്ട് പോയാലോ എന്ന്. അങ്ങനെ വിക്രമിനെ കൂട്ടി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മുടെ വേദയുടെ അച്ഛൻ ഇവരെ രണ്ടുപേരെയും അവിടെ വെച്ച് കാണുന്നത്. വിക്രവും മോളും തമ്മില് സംസാരിക്കുന്നത് കാണുക. നിറ കണ്ണുകളോടുകൂടി ജഡ്ജി നിൽക്കുന്ന സമയത്ത് വിജി വന്ന് പറയുന്നുണ്ട്, അച്ഛാ അത് പിന്നെ അച്ഛൻ വേദയോട് പറയരുത്. അച്ഛൻ അറിയുന്നല്ലേ വേദയുടെ കാര്യം. മോളെ പുറത്തോട്ടൊന്നും വിടില്ല, ആരുമായിട്ടും കൂടുതൽ അടുപ്പൊന്നും വേണ്ടെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഇവനെ കണ്ടതാ. വിക്രം എന്നാ പേര്. ആള് ഗുണ്ടയാണെങ്കിലും മോളോട് നല്ല സ്നേഹമാ. അത് കണ്ടപ്പോ എനിക്ക് അവരെ അകറ്റാൻ പറ്റിയില്ല അച്ഛാ. അച്ഛാ പറയില്ല അച്ഛാ, ഞാൻ ആരോട് പറയാനാ മോളെ എന്നും പറഞ്ഞ് കരയുവാണ്. അച്ഛാ എന്താ പറ്റിയേ? വിക്രമിനെ എനിക്കറിയാം. അറിയാമെന്നോ? അതെങ്ങനെയാ അച്ഛൻ അറിയുന്നേ? മോളെ ഇതാ വേദയുടെ ഭർത്താവ് വിക്രം. വിജി ഒന്ന് ഞെട്ടുന്നുണ്ട്. എത്ര മറച്ചു വെച്ചാലും രക്തബന്ധത്തിനെ തിരിച്ചറിയെന്ന് പറയുന്നത് എത്ര ശരിയാ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിനെ കൊന്നെന്ന്. എന്നാ ആ കുഞ്ഞിനോടാ അവൻ സംസാരിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ലല്ലോ. അവനൊരു പാവാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ മോളുടെ ഭാവി ഇനിയും നശിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിനക്കറിയോ, അവൻ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം നല്ല നിലയിലെത്തിയേനെ. പഠിച്ച് ഒരു ജോലി കിട്ടാവുന്ന തരത്തിലെത്തിയപ്പോഴാ അവൻ ഈ കള്ളക്കേസിൽ കുടുങ്ങിയത്. അതല്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയേനെ. ഒരു കാര്യം മോളും അവനും അറിയരുത്, അവര് അച്ഛനും മോളും ആണെന്ന് എന്ന് വിജിയോട് പറയുന്നുണ്ട്. ഇല്ല അച്ഛാ ഞാൻ പറയില്ല എന്നും പറഞ്ഞ് ജഡ്ജി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് മോളുമായിട്ട് വീണ്ടും സംസാരിക്കുമ്പോഴൊക്കെ വിജിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമായിരിക്കും. സ്വന്തം അച്ഛനോട് തന്നെയല്ലേ ഇങ്ങനെ സംസാരിക്കുന്നേ. മോൾ എപ്പോഴും പറയാറുണ്ട് തൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണണമെന്ന്. എന്നാ കൺമുന്നിലുണ്ടായിട്ടും അത് അച്ഛനാണെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. വിക്രം, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ മോളെ, എന്താ ആഗ്രഹം? അത് പിന്നെ എനിക്ക് വിക്രമിൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം. ഇവിടെ അടുത്തല്ലേ വിക്രമിൻ്റെ വീട്? അടുത്താണ്, പക്ഷേ മോളിപ്പോൾ വരണോ? അതെന്താ വിക്രം, നമുക്ക് മോളെ കൊണ്ടുപോവാം. എടാ അതല്ല, വീട്ടിലെ അവിടെ ഇവിടെയൊക്കെ കുപ്പിയാ. അതൊക്കെ മോള് കണ്ടാല് പ്രശ്നമല്ലേ? ഓ അത് ഞാൻ ഓർത്തില്ല. വാ വിക്രം, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോവോ? ആ നമുക്ക് പോവാം. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ആ കുപ്പിയൊന്നും അവിടെ കാണരുത്, എല്ലാം ക്ലീൻ ആവണം എന്ന് വിക്രം പറയുന്നുണ്ട്. വേറൊരു വണ്ടിയിൽ വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ട് എല്ലാ കുപ്പികളും എടുത്തു മാറ്റുന്നുണ്ട്. റൂം തന്നെ ക്ലിയർ ചെയ്യുവാണ്. എല്ലാം കൂടെ ഒരു ഭാഗത്തങ്ങ് കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോഴും ഒരു കുപ്പി കണ്ണപ്പെടാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വിക്രമിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. വിക്രം താമസിക്കുന്നത് ഇപ്പൊ പുതിയൊരു വീട്ടിലാ. പഴയ വീട്ടില് വിക്രം താമസിക്കാറില്ല. അങ്ങനെ കുഞ്ഞിനെ കൂട്ടി വീട്ടിലോട്ട് വരാ. വാ മോളെ, ഇതാ എൻ്റെ വീട്. ആഹാ അടിപൊളി വീടാണല്ലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാരാ? ഇതേ എൻ്റെ വക്കീലാ. ഞാൻ എപ്പോഴെപ്പോഴും കേസിലൊക്കെ പെടുമ്പോഴേ എന്നെ ഇറക്കുന്നത് ഈ വക്കീൽ ആൻറ്റിയാ. ആണോ ആൻറ്റി? ഹായ്. ഹായ് മോളെ, സുഖമല്ലേ? ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട ഒന്നും വേണമെന്നില്ല എന്ന് വിജി പറയുന്നുണ്ട്. അങ്ങനെ മോള് പറയുന്നുണ്ട്,
എന്താ വിക്രം, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്താ വിക്രം എനിക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാത്തത്? വാ, നമുക്കേ വിക്രമിന്റെ റൂമിലോട്ട് പോവാം. എനിക്ക് വിക്രമിന്റെ റൂം കാണണം. അങ്ങനെ റൂമിലോട്ട് കയറുന്ന സമയത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുമായിരിക്കും വിക്രമിന്റെ ഫ്രണ്ട്സൊക്കെ ചേർന്ന്. സ്റ്റാച്ചു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അനങ്ങാതെ നിൽക്കുക. വിക്രമിന് ഓരോ കുസൃതിയും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വിക്രമിനോടും കൂട്ടുകാരന്മാരോടും പറയുന്നുണ്ട്, നമുക്കേ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? ഇപ്പോഴോ ഇവിടെയോ? ആ, നമുക്കെല്ലാവർക്കും കളിക്കാം. അങ്ങനെ കണ്ണ് കെട്ടുന്നുണ്ട്. കണ്ണ് കെട്ടി ഓരോരുത്തർ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ മോളും വിക്രവും എല്ലാവരും പോയി ഒളിച്ചു നിൽക്കുക. ആ സമയത്തായിരിക്കും മോളുടെ അടുത്ത് തന്നെ ഒരു കുപ്പി ഇരിക്കുന്നത് വിക്രം കാണുന്നത്. വിക്രം കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, എടാ ആ കുപ്പി ഇരിക്കുന്ന കണ്ടില്ലേ, അത് മോള് കണ്ടാലോ? അങ്ങനെ പതിയെ ചെന്ന് അത് എടുത്തു മാറ്റാൻ നോക്കുവാണ്. അപ്പോഴേക്കും കണ്ണ് കെട്ടിയ ആള് വന്ന് പിടിക്കുന്നുണ്ട്. ആ സമയം നോക്കി വിക്രം കുപ്പി എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ മോളെ സന്തോഷിപ്പിക്കുന്നു. മോൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് അന്നത്തെ ദിവസം വീട്ടിലോട്ട് വിടുന്നു. പിന്നീട് വേദയും വിജിയും കുഞ്ഞൊക്കെ ആയിട്ട് TV കാണുമായിരിക്കും. എന്നാ വേദ ഫയൽസൊക്കെ നോക്കുന്നുണ്ട്. മോള് TVയിലെ പാട്ടൊക്കെ കേട്ടിരിക്കുക. അതിനിടയിൽ മദ്യക്കുപ്പിയും ഡാൻസും കളിച്ച് ഒരു പാട്ട് കാണുന്നുണ്ട്. ഇത് കാണുന്ന വേദ TV ഓഫ് ചെയ്യാൻ പറഞ്ഞ് മോളോട് ചോദിക്കുന്നുണ്ട്, മോളെ ആ പാട്ടില് മോള് കുപ്പി പിടിച്ച് ഓരോരുത്തർമാര് ഡാൻസ് കളിക്കുന്നതും അത് കുടിക്കുന്നൊക്കെ കണ്ടോ? ആ കണ്ടു. ആ കുപ്പി എന്താണെന്ന് മോൾക്കറിയോ? അതെനിക്കറിയില്ലല്ലോ. എന്താ വേദേ, നീ എന്തിനാ ഇതൊക്കെ മോളോട് പറയുന്നേ? അല്ല ചേച്ചി, അതൊക്കെ അറിഞ്ഞിരിക്കണം. അവള് വലുതാവുമല്ലേ, എല്ലാം അറിയണം. അത് മോളെ, അത് വിഷാ. വിഷോ? വിഷം കുടിച്ചാൽ മരിച്ചു പോവില്ലേ? വിഷം കുടിച്ചാൽ മരിച്ചു പോവും. എന്നാ ഈ വിഷം കുടിച്ചാലേ പതിയെ പതിയെ മരിക്കൂ. ഇത് കുടിക്കുന്നവരെ ഒട്ടും നന്നല്ല, ബാഡ് ബോയ്സാ. അപ്പോൾ ഇത് കുടിക്കുന്നവരെ കണ്ടാൽ മോളാ വഴിക്കേ പോവരുത്. കുടിക്കുന്ന ആരെങ്കിലും മോളെ പിടിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ വന്നാൽ മോളവരോട് ഒരു ബന്ധത്തിനും പോവരുത്. വേഗം അവിടുന്ന് ഓടിപ്പോരണം. മനസ്സിലായോ മോൾക്ക്? അത് പിന്നെ അമ്മേ, എങ്ങനെയാ ഞാനത് മനസ്സിലാക്കുക അത് കുടിച്ചിട്ടുണ്ടെന്ന്? അത് കുടിച്ചവരെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. നമ്മൾ ഒമിറ്റ് ചെയ്താലുള്ള സ്മെല്ലൊക്കെ ഇല്ലേ, അതുപോലെ ഒരു വൃത്തികെട്ട മണം. അതൊക്കെ കണ്ടിട്ടാ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മോൾ അങ്ങനെയുള്ളവരായിട്ട് ഒരു തരത്തിലും ഒരു ബന്ധം ഉണ്ടാവരുത്. അത് കുടിക്കുന്നവരൊക്കെ ബാഡ് ബോയ്സാ. അത് മാത്രം മോള് മനസ്സിലാക്കിയാൽ മതി. ആ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ആരോടും സംസാരിക്കാനോ ഒന്നിനും പോവില്ല. അമ്മ പേടിക്കണ്ട, ഞാൻ ഗുഡ് ഗേൾ അല്ലേ. പിന്നെ എൻ്റെ പൊന്നു ഗുഡ് ഗേൾ അല്ലേ എന്നൊക്കെ വേദ പറയുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം പറയാതെ വിജിയും മോളും കൂടെ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലോട്ട് വരാ. വീടൊക്കെ പരിചയമുണ്ടല്ലോ, ഒരു തവണ വന്നതല്ലേ. അങ്ങനെ ഈ സമയത്ത് പാട്ടും വെച്ച് വിക്രവും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഡാൻസ് കളിക്കുമായിരിക്കും. ഡ്രിങ്ക്സ് അടിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്, കുപ്പിയും വെച്ച്. മോള് വരുന്നത് അറിയുന്നില്ലല്ലോ. വല്ലാത്ത ഡാൻസ് ആയിരിക്കും, ഇത് കുടിക്കുന്നുമുണ്ട്. അങ്ങനെ മോൾ ഇത് വന്ന് കാണുക. വിക്രം, നീ ഇത്രയ്ക്ക് ബാഡായിരുന്നോ? എടാ, മോള് വന്നത് നീ എന്താ പറയാതിരുന്നേ? കുപ്പി അങ്ങ് എറിയുന്നുണ്ട്. വിക്രം, അപ്പോ നീ കുടിക്കും അല്ലേ? നീ ബാഡ് ബോയാ. നീയുമായിട്ട് എനിക്കിനി ഒരു ബന്ധവും വേണ്ട. വിജി പറയുന്നുണ്ട്. വിക്രം, എന്താ ഇത്? മോള് വിജിയമ്മേ, അമ്മ ഒന്നും സംസാരിക്കണ്ട. വിക്രം ബാഡ് ബോയാ, ബാഡ് ബോയ്. ഇനി വിക്രം ആയിട്ട് ഞാൻ മിണ്ടില്ല. അങ്ങനെ കുഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പിന്നീടായിട്ട് വിക്രം ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. എന്നാ എന്തെന്നില്ലാത്ത വിഷമമായിരിക്കും. വിക്രം പൊട്ടിക്കരയുന്നുണ്ട് മോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. അങ്ങനെ പിന്നീട് കൂടി തന്നെ വിക്രം നിർത്തുന്നുണ്ട്. പലതവണ സ്കൂളിലും ഒക്കെ പോയി കാണാൻ ശ്രമിക്കുമ്പോഴും മോളൊന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. അവസാനം റൂമിലിരിക്കുന്നതും വീട്ടിലുള്ള കുപ്പികളെല്ലാം ഒരു ബക്കറ്റിലോട്ട് ഒഴിക്കുന്നുണ്ട്, അതിലുള്ള ഡ്രിങ്ക്സ് എല്ലാം. അതിനുശേഷം അത് കൊണ്ടുപോയി ഒഴിച്ചു കളയുക. ഇനി ഇവിടെ ആരും കുടിക്കില്ല എന്ന് ഫ്രണ്ട്സിനോടെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പ്ലക്കാർഡൊക്കെ എടുത്ത് ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല എന്നൊക്കെ എഴുതി സ്കൂളിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുവാണ് മോളെ കാത്തിട്ട്. ഇത് കാണുന്നതും മോള് അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് വിക്രമിൻ്റെ അടുത്തോട്ട്. അങ്ങ് കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, വിക്രം കുടിച്ചപ്പോൾ അത് ബാഡ് ബോയ്സാ കുടിക്കുക എന്ന് എന്നോട് അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. ഇനി വിക്രം കുടിക്കില്ലല്ലോ? ഇല്ല മോളെ, ഇനി ഞാൻ കുടിക്കില്ല എന്നൊക്കെ കുഞ്ഞിന് വാക്ക് കൊടുക്കുവാണ്. അങ്ങനെ വിക്രമിൻ്റെ ഒരു ദുശീലം മാറുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഓരോരോ കാര്യങ്ങളായിട്ട് വിക്രമിനെ മാറ്റിയെടുക്കുകയാണ്. അവസാനം കളക്ടറമ്മയായിട്ടും വിക്രമായിട്ടും ഒന്നിപ്പിക്കുകയാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ പറയാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബായ്.